ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഒരുപാട് നാളത്തേക്ക് ശേഷം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആനിമയായിട്ട് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നാൽ എനിക്കിപ്പോൾ ടൈം കിട്ടുന്നില്ല, കാരണം ക്ലാസ് ഒക്കെ തുടങ്ങിയിരിക്കുന്നു. സോ എന്തായാലും ആഴ്ചയിൽ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു മൂവി എക്സ്പ്ലനേഷനോ ആനിമ എക്സ്പ്ലനേഷനോ സീരീസോ എന്തായാലും ഉണ്ടാകും. സോ നിങ്ങൾ അത് എൻജോയ് ചെയ്ത് കാണുക, അത്രേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആനിമ കറന്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് എനിക്ക് ഇങ്ങനെ പറയണം എന്നറിയില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കാലഘട്ടത്തിൽ ഒരു 1988 ഈ സിനിമ ഇറങ്ങിയെന്ന് തോന്നുന്നു. സോ അന്നേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമ്മതിക്കാം. അന്നത്തെ ജനറേഷനിലെ പീപ്പിൾസിനും ഇപ്പോഴത്തെ ജനറേഷന്റെ പീപ്പിൾസിനും എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് വരെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വന്നിട്ടില്ലെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വാർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിലെ സിവിലിയൻസ് ഒക്കെ അനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുമുണ്ട് സിനിമയിൽ. സോ കൂടുതൽ ഞാനൊന്നും വളവളാന്ന് സംസാരിക്കാതെ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു പയ്യൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് സെപ്റ്റംബർ 25, 1944 ഞാൻ മരിച്ചു പോയത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമുക്ക് സൈഡിലായിട്ട് കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞ പയ്യൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തൂണുണ്ട്, ആ തൂണിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഒരുമാതിരി വികൃത രൂപം എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സും നേരാമണമില്ലാതെ കീറിയ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് അങ്ങനെ ചായഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും വിശന്ന് വളഞ്ഞിരിക്കുന്നത് പോലെയാണ് അങ്ങനെയാണ് കാണപ്പെടുന്നത്. നമുക്ക് അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് പോലും ഒരാൾ പോലും അവനെ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോകുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം ഇങ്ങനെയാണ്. അതിനെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ 1800 പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഇടയിലും കൂടെ ഇവർക്ക് ആഹാരം കൊടുക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ നമ്മളെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മനസ്സിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ആ ജസ്റ്റ് കണ്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് നമ്മളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അയ്യോ പാവം എന്നൊരു മൈൻഡ് വോയിസ് മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ചിലപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അത് വരാതെയും ഇരിക്കാം. അതില് 1-2 നല്ല പേര് കാണുമല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഒരു മനുഷ്യന്റെ ജീവന് മാത്രമല്ല വില കൊടുക്കേണ്ടത്, ഒരു മൃഗത്തിന്റെ ജീവനായാലും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ ഒരു പട്ടിയുണ്ട്. സോ ആ പട്ടിക്ക് അവിടെ വന്ന ഫസ്റ്റ് ഇയറിലെ ഒരു കുട്ടി ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് എടുത്ത് തറയിൽ വെച്ച് കൊടുക്കുന്നതല്ല, അതിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടെന്ന് പറയുമ്പോൾ അത് എനിക്ക് കണ്ടുപിടിക്കുന്ന എനിക്ക് സന്തോഷമാണ്. ഞാനിത് കാണുന്ന എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല മനുഷ്യൻ ഇവിടെയും ഉണ്ടായിരുന്നു. ഓക്കെ, 1000 പേരിൽ 999 പേര് ചീത്തയാണെങ്കിലും ഒരാളെങ്കിലും നല്ല ആളായിട്ട് കാണല്ലേ. സോ അങ്ങനെ ഒരു നല്ല ആള് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് അവന്റെ സൈഡിലൊരു ബന്ന് വെച്ചിട്ട് അദ്ദേഹം നടന്നു പോയി. അപ്പൊ ഇവനാണെങ്കിൽ ആ ബന്ന് എടുക്കാൻ പോലും ഒരു ആരോഗ്യമില്ലാതെ അവിടെ ഇങ്ങനെ പതിയെ ആ റെയിൽവേ സ്റ്റേഷനിൽ ചാഞ്ഞി കിടന്ന് മരിച്ചു പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ട് അവനെങ്ങനെ നോക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണോ ഇവനും മരിച്ചു പോയോ. സോ അത് അവിടെ നോർമലൈസ് ആയ രീതിയിലാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ പോക്കറ്റിലുള്ള അതൊക്കെ നോക്കിയപ്പോ ഒരുമാതിരി തുരുമ്പ് പിടിച്ച ഒരു പെട്ടി കിട്ടുകയാണ് അവന്റെ കയ്യിൽ. ഇതെന്തൊരു പെട്ടിയാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ജോലി ചെയ്യുന്ന ആളുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അതിന് എന്തോ ആവട്ടെ, നീ എടുത്ത് കളഞ്ഞിട്ട് നിന്റെ ജോലി നോക്കണം പറയുകയാണ്. അപ്പോഴേക്കും അടുത്ത് വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ ഇങ്ങനെ തൂണിൽ ചാഞ്ഞ് കിടന്ന് അത്രയ്ക്കും വിശന്ന് വിളഞ്ഞിരിക്കുന്നത് പോലെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. സോ അദ്ദേഹവും മരിച്ചു പോയിരുന്നു. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ജോലി ചെയ്യുന്ന ആള് ആ പെട്ടി ഉണ്ടല്ലോ, ഇതൊരു ഡപ്പി ഉണ്ടല്ലോ, ആ ഡപ്പി എടുത്തിട്ട് കളയുകയാണ്. ആ ഡപ്പി ഇങ്ങനെ എറിഞ്ഞ സമയത്ത് തന്നെ ആ ഡപ്പിയിൽ നിന്ന് എന്തോ ഒരു വെള്ള സാധനം പുറത്തേക്ക് ഒന്ന് വീഴുകയാണ്. അത് ഇങ്ങനെ വീണതും അവിടെ ഒരുമാതിരി മിന്നാമിന്നികളെല്ലാം ഇങ്ങനെ പറക്കുകയാണ്. അവിടെ വെച്ചൊരു കൊച്ചു പെൺകുട്ടിയും എണീറ്റ് നോക്കുകയാണ്. ദൂരത്തിൽ ആരോ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് ആ കുട്ടി കാണുകയാണ്. സോ അത് കണ്ടിട്ട് ഈ കുട്ടിക്ക് ആശ്ചര്യം. ഇത് ആരാന്ന് പറഞ്ഞ കുട്ടി അടുത്തേക്ക് പോകാൻ നേരത്താണ് ഒരു കൈ വന്ന് ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്തുന്നത്. അത് ആരാണെന്ന് പറഞ്ഞ ഒരു മിലിറ്ററി യൂണിഫോം ഇട്ട ഒരു പയ്യനായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ തറയിലുണ്ടായിരുന്ന ആ ഒരു ഡപ്പി എടുത്ത് നോക്കിയപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുന്ന ഒരു ഡപ്പി ആയിട്ട് മാറുകയാണ്. ആ ഡപ്പി എടുത്ത് ആ പെൺകുട്ടിയെ കൊടുത്തപ്പോൾ തന്നെ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഇരുന്നിട്ട് ആ ചോക്ലേറ്റ് പെട്ടി എങ്ങനെയെങ്കിലും തുറക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര പാടുപെട്ട് ഇങ്ങനെ തുറക്കാൻ നോക്കുകയാണ്. സോ അവിടെ വെച്ച് അവൻ നോക്കുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുകയാണ്. ഇവൻ അങ്ങനെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ചോക്ലേറ്റ് പെട്ടി വാങ്ങിച്ചതിന് ശേഷം അവൻ തുറന്നൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് അവർക്ക്. അതെല്ലാം അവിടെ വെച്ച് നടന്നതിന് ശേഷം ഇവര് ആ ട്രെയിനിൽ കൂടെ ഒരു ജെല്ലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജെല്ലിൽ കൂടെ നോക്കിയപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് പോലെ ബോംബുകളെല്ലാം മറ്റു രാജ്യത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് വേൾഡ് വാർ സെക്കൻഡ് ആ ടൈമാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടിയും ഈ ചെറുക്കനും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് അവരുടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ അമേരിക്കയിൽ നിന്നുള്ള ആ ഒരു ഗവൺമെന്റ് അതല്ല ഈ ജപ്പാനിലേക്ക് ഇങ്ങനെ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് 14 വയസ്സായ സൈത്ത എന്ന് പറഞ്ഞൊരു പയ്യനും തന്റെ അനിയത്തിയായ സെറ്റ്സുക എന്ന പെൺകുട്ടിയും പിന്നെ അച്ഛനും അമ്മയും ഒരു കുടുംബമായി ജീവിക്കുകയായിരുന്നു. ഇവരുടെ അച്ഛനാണെങ്കിൽ ഒരു കപ്പലിലെ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇവർ 3 പേരുമാണ് ഒരുമിച്ച് താമസിക്കുന്നത്. കാരണം അച്ഛൻ
ആ ടൈമിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം ഭയങ്കര കുറവായിരുന്നു. സോ അവിടെ ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ടെൻഷനോടെയാണ് ജീവിക്കുന്നത്. അത് അവർക്ക് അറിയാം. കാരണം ഏതൊരു നാട്ടിലായാലും അമേരിക്കൻ ഫോഴ്സ് എന്തായാലും അവരുടെ നാടും അവരുടെ ഏരിയയും ബോംബിട്ട് നശിപ്പിക്കുമെന്ന് അവർക്കറിയാം. അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, ആ സംഭവം സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ഡേറ്റ് എവിടെ നിന്നോ വരുന്നത് അറിയുന്നത്, ആ കാര്യം സംഭവിക്കാൻ പോകുന്ന ഒരു ന്യൂസ് അറിയുന്നത്. സോ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം ഏതെങ്കിലും നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ്, മാറ്റി താമസിപ്പിക്കുകയാണ്. സോ ആ ഭയങ്കര ഒരു ടെൻഷനുള്ള ടൈമിലാണ് നമ്മൾ സെയ്ത്തയുടെ ഫാമിലിയെ കാണിക്കുന്നത്. സോ സെയ്ത്ത എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, സെയ്ത്ത തന്റെ ഫുഡും ഐറ്റങ്ങളുണ്ടല്ലോ ഇനി വീണ്ടും ഉപയോഗിക്കാനുള്ള, എത്ര കാലം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്ന തന്റെ ഫുഡും അതെല്ലാം ഇവനാണെങ്കിൽ ഒരു വലിയ പെട്ടിക്കകത്ത്, ഒരു വലിയ ഒരു കലം അല്ലെങ്കിൽ ഒരു വലിയൊരു പെട്ടിക്കകത്ത് ഇവൻ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് മണ്ണ് കുഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് മൂടി വെക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനിയത്തിയുടെ അടുത്ത് അതിന്റെ അമ്മ പറയുന്നത്, മോളെ നീ നിന്റെ ചേട്ടൻ പറയുന്നത് പോലെ നല്ലൊരു കുട്ടിയായിട്ട് തന്നെ നിൽക്കണം, ഞാൻ നേരെ ഷെൽട്ടറിലേക്ക് പോവുകയാണ്, നീ നിന്റെ ചേട്ടനും പെട്ടെന്ന് തന്നെ ഷെൽട്ടറിലേക്ക് വന്നു ചേരണം, വേറൊരു കുടിത്തക്കടും കാണിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, അതൊന്നും കുഴപ്പമില്ല അമ്മ, ഞാനും ഇവള് ഉറപ്പായിട്ടും അവിടെ എത്തും, പക്ഷെ നിങ്ങളൊരു കാര്യം എടുക്കാൻ പറ്റുന്നത്, നിങ്ങൾ മരുന്നെടുത്തുകൊണ്ടേ പോകാവൂ, മെഡിസിൻ കഴിക്കാതെ പോകരുത് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഞാൻ കയ്യിൽ സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അമ്മ പോയതിനു ശേഷം ഹീറോ ആണെങ്കിൽ അനിയത്തി ഇങ്ങനെ തോളിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഒരു തുണി എടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് അവന്റെ മേലത്ത് കെട്ടാന്ന് പറഞ്ഞ ഐഡിയയിൽ കെട്ടുകയാണ്. അപ്പോഴാണ് അനിയത്തി പറയുന്നത്, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു താല്പര്യമില്ല, അവിടെ ഫുള്ള് ചൂടായിരിക്കും എന്ന് പറയുകയാണ്. നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് അങ്ങോട്ട് പോയാലേ പറ്റുള്ളൂ, അവിടെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര സേഫ് ആയിരിക്കും. ഇങ്ങനെ പോയി അങ്ങോട്ട് ആ വീട് കഴിയാൻ നേരത്തെ സെറ്റ്സൊക്കെ പറയുകയാണ്, അയ്യോ എന്റെ ബൊമ്മ, എന്റെ കളിപ്പാട്ടം, എന്റെ ബൊമ്മ ഞാൻ ഇത് എടുത്തില്ല എന്ന് പറയുകയാണ്. സോ വീണ്ടും അവൻ തിരിച്ചങ്ങോട്ടേക്ക് വന്നിട്ട് ആ ബൊമ്മ എടുത്തതിന് ശേഷം അവൻ നേരെ നോക്കി തന്റെ അച്ഛന്റെ ഫോട്ടോയിലേക്കായിരുന്നു. എന്നിട്ട് അവൻ അച്ഛന്റെ ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോവാൻ നേരത്ത് ഒരു അനൗൺസ്മെന്റ് വരികയാണ്, ഇപ്പോ ബോംബ് ഇടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, എപ്പോഴായാലും ആ ബോംബ് വന്ന് ഇവിടെ പതിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു വാർ മോഡില് അനൗൺസ് ചെയ്യുകയാണ്. സോ അങ്ങനെ അവൻ ഇത് കേട്ടവൻ പേടിച്ചിട്ട് പെട്ടെന്ന് അവൻ ഷൂ എല്ലാം കിട്ടിയതിനു ശേഷം പുറത്തൊന്ന് നോക്കിയപ്പോഴാണ് ആകാശത്ത് നിന്ന് ഫുള്ള് നമ്മള് ഫസ്റ്റ് കണ്ടില്ലേ ട്രെയിനിൽ നിന്ന് നോക്കിയപ്പോ ഇങ്ങനെ മഴ കണക്ക് ഇങ്ങനെ ബോംബ് ഒന്ന് വീഴുന്നു. സോ അതേപോലെ വീണുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ വീടിന്റെ അകത്ത് കയറി പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ആ ഒരു നിശബ്ദമായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ആ ബോംബ് വീഴുന്നതെല്ലാം നിശബ്ദമായതിനു ശേഷം അവൻ തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് അവനുള്ള ചുറ്റുമുള്ള വീടുകളെല്ലാം തീ കൊണ്ട് കത്തി നശിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ലാഭത്താണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ത്ത് അവിടെ നിന്ന് ഓടുകയാണ്. ആ ടൈമില് അവിടെ താമസിക്കുന്ന സിവിലിയൻസ്, അവിടെ താമസിക്കുന്ന ജനങ്ങളും ഇങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അവിടെ കരച്ചിലും വിളിയും ബഹളവും മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്കും നമുക്കറിയാലോ, നമുക്ക് അവസ്ഥ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ഒരു ബോംബോ എന്തെങ്കിലും ഇടുമ്പോഴേ ആ ടെൻഷൻ മനസ്സിലാവുള്ളൂ. സംതിങ് ലൈക്ക് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വാറിൽ തന്നെ സിവിലിയൻസിൽ നിന്നും പറ്റാത്തത് ഇരുന്നത് നല്ല കാര്യമായി. യെസ്, പഹൽഗം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചിട്ട് അവർ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയും എന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ശിക്ഷ കൊടുക്കാനുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ബ്രൂട്ടലായിട്ട് കൊടുക്കണം, എന്നാലേ ഈ കാസ്റ്റ്, ജാതി അത് വെച്ചുള്ള ഈ ഒരു ഫൈറ്റ് ഇതൊക്കെ മാറി കിട്ടുള്ളൂ. ഇത് മാറി കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സോ അവിടെ നിന്ന് ബോംബൊന്നും നിൽക്കുന്നില്ല. ബോംബ് അങ്ങനെ കുറച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ബോംബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സെയ്ത്തയും അങ്ങനെയാണ്, തന്റെ അനിയത്തിയുടെ ജീവനും അവന്റെ ജീവനും എങ്ങനെയും രക്ഷിക്കണമെന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. സോ ഇതെല്ലാം നടന്നുകൊണ്ട സമയത്ത് എങ്ങനെയൊക്കെയോ ഹീറോ രക്ഷപ്പെട്ട് അവിടെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. അവിടെ ആകുമ്പം ബോംബിന്റെ ആ സൗണ്ട് ഒന്നുമില്ല. ഹീറോയും അനിയത്തിയും ഭയങ്കര ടയർഡായിട്ടിരിക്കുകയാണ്. അനിയത്തിയാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പേടിച്ച് ഹീറോയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ വെച്ച് സെയ്ത്ത പറയുകയാണ്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ സേഫ് ആണ്, ഇവിടെ അങ്ങനെ ബോംബൊന്നും ഇടില്ല എന്ന് പറയുകയാണ്. എന്റെ അമ്മ അവിടെ പോയി, എന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചു കാണില്ലല്ലോ എന്ന് സെറ്റ്സുക ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സെയ്ത്ത പറയുന്നത്, ഇല്ല അമ്മ നേരെ ഷെൽട്ടറിൽ പോയി കാണും, അവിടെ ഇതിനേക്കാളും സേഫ് ആണ് എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവള് പറയുന്നത്, എന്റെ ഒരു ചെരുപ്പ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഭയങ്കര ഫീൽ ആയിട്ട് പറയുകയാണ്. നീ വിഷമിക്കുന്ന സെറ്റ്സുക, നിനക്ക് ഇതിനേക്കാളും നല്ലൊരു ചെരുപ്പ് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവള് സെറ്റ്സുക പറയുകയാണ്, എന്റെ കയ്യിലും കുറച്ച് കാശുണ്ടെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേഴ്സ് ഇങ്ങനെ തുറന്നു കൊടുക്കാൻ വേണ്ടി അച്ഛൻ്റെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ അവൻ തറയിലിട്ട് നോക്കിയപ്പോൾ അതിൽ കുറെ ബട്ടൺസ്, ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഉണ്ടല്ലോ, ഷർട്ടിന്റെ ബട്ടൺസും പിന്നെ കുറച്ച് കാശും ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മഴ പെയ്യാൻ ആരംഭിക്കുകയാണ്. സോ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആ ഒരു ഏരിയ, ആ ഒരു നാട് ഫുള്ളായിട്ട് ബോംബിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ താമസിച്ച, നിങ്ങൾക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ നാട്ടുകാരെല്ലാരെയും ഇങ്ങനെ ബോംബൊക്കെ ഇട്ട് നശിപ്പിച്ച് നിങ്ങളുടെ ഏരിയ ഫുള്ള് നശിപ്പിച്ച നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക.
ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ അവൻ ഇങ്ങനെ വിഷമിച്ച് പിറവിടത്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവള് ചോദിക്കുന്നത്, നമ്മുടെ വീടും ഇതേപോലത്തെ അവസ്ഥയിൽ നശിച്ചു പോയി കാണുമോ എന്ന് ചോദിക്കുന്നത്. സോ അപ്പോഴാണ് അവൻ പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ വീടും ഇതേപോലെ നശിച്ചു കാണും, പക്ഷെ ഇതിനുള്ള മറുപടിയായിട്ട് എന്റെ അച്ഛൻ ഒരു നാൾ കൊടുക്കും, അതിനു വേണ്ടിയാണ് എന്റെ അച്ഛൻ കഷ്ടപ്പെടുന്നത്, ഞാനും അതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് പോവുകയാണ്. സോ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടത്തെ ഒരു ഓഫീസർ പറയുകയാണ്, ഇവിടെ ജീവിച്ചിരുന്ന എല്ലാവരും സ്കൂളിന്റെ അടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്, സോ നിങ്ങൾക്ക് അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്കുക എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. അങ്ങനെ സെയ്റ്റയും സെറ്റ്സുക്കയും കൊണ്ട് തന്റെ അമ്മയെ ചാടി പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൽ എന്ന് പറഞ്ഞാൽ സെറ്റ്സുക്കയുടെ ഫാമിലി ഫ്രണ്ട്സിൽ ഒരാൾ പറയുന്നത്, അതിന്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ സെയ്റ്റ ഉള്ളിൽ വന്ന് നോക്കിയപ്പോ തന്റെ അമ്മയ്ക്ക് ഇനി ആ ശരീരത്തിലെ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. സോ അവിടെ നിന്ന് സൈറ്റ് എന്തോ ഒന്നും പറയാതെ വെളിയിൽ വന്നിട്ട് സെറ്റ്സുക്കയെ അടുത്ത് ഞാൻ എന്ത് പറയും എന്ന രീതിയിൽ അവളുടെ അടുത്ത് പോയി പതറി നിൽക്കുകയാണ്. സെറ്റ്സുക്കയെ നോയിക്കൊണ്ടിരുന്ന ഒരു ആള് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോയപ്പോ സെയ്റ്റ് തന്റെ അമ്മയുടെ കയ്യിലിരുന്ന റിംഗ് എടുത്ത് സെറ്റ്സുക്കയ്ക്ക് കൊടുത്തിട്ട്, അമ്മയ്ക്ക് ചെറിയ പരക്ക് പറ്റിയിട്ടുണ്ട്, സോ അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആന്റിയുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് സെറ്റ്സുക്കയോട് സൈത്ത പറയുകയാണ്. സെറ്റ്സുക്കയ്ക്ക് അപ്പോഴും അവൾക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുകയാണ്. എന്നിട്ട് സൈത്ത ആണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും അവൾക്ക് ആ ഒരു ടെൻഷനും എല്ലാം മാറ്റി കൊടുത്ത് സന്തോഷമായിട്ട് നിർത്താൻ വേണ്ടി അവ എന്തൊക്കെയോ ചെയ്യുകയാണ്. പക്ഷെ അവൾക്ക് ആ ഒരു സങ്കടം മാറുന്നതേ ഇല്ല. അവസാനം ഒന്നുമല്ലാതെ എങ്ങനെയൊക്കെയാ കൊണ്ടുപോയി ആന്റിയുടെ വീട്ടിൽ നിർത്തുകയാണ്. സോ അപ്പോഴേക്കും അടുത്ത ദിവസമായപ്പോൾ തന്നെ അമ്മ മരിച്ചു പോയിരുന്നു. അമ്മ മരിച്ചപ്പോ സാധാരണ ഈ ബോംബൊക്കെ പൊട്ടി, സാധാരണ ബോംബ് മാത്രമല്ല ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് പേര് മരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു കത്തിച്ചത്, ഒരുപാട് പേര് ഒരുമിച്ച് വെച്ചിട്ട് തീ കൊളുത്തി കത്തിച്ചു കളഞ്ഞു. സോ അതേപോലെ ഇങ്ങനെ മരിച്ചുപോയ ആൾക്കാരെല്ലാരെയും ഈ ബോംബ് സ്ഫോടനത്തിലൊക്കെ മരിച്ചുപോയ, തീ കത്തിപ്പോയി മരിച്ചുപോയ ആൾക്കാരെല്ലാരെയും ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ടതിന് ശേഷം കത്തിച്ച് ആ ഒരു ബോഡി നശിപ്പിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടിയ ചാമ്പലെല്ലാം ഒരു പെട്ടിയിലാക്കിയിട്ട് നമ്മുടെ സൈത്ത ആന്റിയുടെ വീട്ടിലെ സൈഡിലായി കുഴിച്ചൊളിപ്പിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും സെറ്റ്സുക്കയും ആന്റിയും അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ സൈത്ത എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല, അമ്മയെ കുറവുണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അമ്മ മരിച്ച കാര്യം മറച്ചു വെക്കുകയാണ് സൈത്ത ആന്റിയോടും അനീത്തിയോടും. അടുത്ത ദിവസമായപ്പോൾ തന്നെ നമ്മുടെ സൈത്ത തന്റെ വീട്ടിലേക്ക് വരികയാണ്. ഏത് വീട്? പൊട്ടിപ്പൊളിഞ്ഞ് ബോംബ് സ്ഫോടനത്തിൽ നശിച്ചു പോയ വീട്. സോ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവൻ കുറെ ആഹാരങ്ങൾ കുഴിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, സോ അതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് മണ്ണ് തോണ്ടി എടുത്തതിന് ശേഷം അതിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് തന്റെ അനിയത്തിക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ് പോണി ഉണ്ടല്ലോ, നമുക്ക് ഫസ്റ്റ് സീനിൽ കാണിച്ചില്ലേ, ആ ചോക്ലേറ്റ് പോണി അവന്റെ അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിക്കണം, ബാക്കിയെല്ലാം അവന്റെ ആന്റിക്ക് കൊടുക്കുകയാണ്. സോ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കണം, ആ ഫസ്റ്റ് സീനില് മരിച്ചു പോയെന്ന് കാണിച്ച ആള് ഇദ്ദേഹമാണ് മരിച്ചു പോയത്. അങ്ങനെ ഇത് ആന്റിക്ക് കൊടുത്തപ്പോ ആന്റി ഓരോന്ന് ചോദിച്ചിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സൈത്ത ആന്റിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അമ്മ ഇങ്ങനെ ഇതെല്ലാം മരിച്ചു പോയി. ഇതൊക്കെ കേട്ട ആന്റിക്ക് ഭയങ്കര വിഷമവും ഒരുമാതിരി ആശ്ചര്യവും തോന്നുകയാണ്. എപ്പോ മരിച്ചത് എന്താ പറയാത്തെന്ന് ചോദിച്ചപ്പോൾ എല്ലാ അനിയത്തി അറിയണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആന്റി പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന് പറയുകയാണ്. സോ ഇതെല്ലാം കഴിഞ്ഞ ശേഷം തന്നെ അനിയത്തിയെ കുളിപ്പിച്ചിട്ടൊക്കെ പുറത്ത് വന്നപ്പോൾ വയലായതുകൊണ്ട് തന്നെ അവിടെ കുറെ മിന്നാമിനികളൊക്കെ കാണില്ലേ. സോ മിന്നാമിനികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത് കണ്ടിട്ട് ഇവർക്ക് അത് ഇഷ്ടമാണ്. മിന്നാമിനികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമാണ്. ഇങ്ങനെ വെളിയിൽ വന്ന് ഇങ്ങനെ മിന്നാമിനികളോട് കളിച്ചപ്പോൾ സെറ്റ്സുക്കയ്ക്ക് ഈ സൈത്ത തന്റെ ഫോണിലിരുന്ന് ഒരു ഓറഞ്ച് മുട്ടായി എടുത്ത് കൊടുക്കുകയാണ്. സോ അതാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് കഴിച്ചതിന് ശേഷം അവൾ വാറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് അവൾ കുറച്ച് സന്തോഷമായിട്ട് നിൽക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആന്റി ചോദിക്കുകയാണ്, എന്റെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് നീ എത്ര നാളും നീ ഇവിടെ താമസിക്കാൻ പോകുന്നത് ചോദിക്കുകയാണ്. ഇപ്പോഴാണ് അവൻ പറയുന്നത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു വിവരം വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കഴിക്കുമ്പോൾ പോലും ധാരാളം കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോഴേക്കും ബോംബലോട്ട് പറഞ്ഞ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു സമാധാനവും ഇല്ല. സൈറ്റ് അവന്റെ അടുത്ത ദിവസം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സെറ്റ്സുക്കയൊക്കെ വെളിയിൽ കൊണ്ടുവന്നിട്ട് ബീച്ചിലൊക്കെ വന്ന് കളിക്കുകയാണ്. കുറച്ചു പേരൊക്കെ ആണെങ്കിൽ കടലിൽ നിന്ന് ഇങ്ങനെ കടൽ തണ്ണിയൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഉപ്പില്ല വീട്ടിൽ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സെറ്റ്സുക്കയും സൈത്തയും കൂടെ ആ കടലിൽ കുളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു സെറ്റ്സുക്കയാണെങ്കിൽ ഒരു ഞണ്ട് കണ്ടെന്ന് പറഞ്ഞ് ഞണ്ടിന്റെ പിറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബോഡി അവിടെ കിടക്കുന്നത് കാണുന്നത്. ഡെഡ് ബോഡി, ആരോ മരിച്ചത് ഡെഡ് ബോഡിയെ കാണിക്കുകയാണ് സെറ്റ്സുക. പക്ഷെ സെറ്റ്സുകയ്ക്ക് മനസ്സിലായത് ആരും ഉറങ്ങി പറയും സെറ്റ്സുക. അപ്പോഴേക്കും നമ്മുടെ സൈത്ത പറയുന്നത് അങ്ങോട്ടേക്കൊന്നും പോകണ്ട, നമുക്ക് ചൂട് സമയത്ത് ഇങ്ങനെ നീന്തൽ പഠിക്കണം എന്നൊക്കെ അത് വിഷയം പറഞ്ഞ് മാറ്റി വിടുകയാണ് അവൻ. അപ്പോഴേക്കും സെറ്റ്സുക സൈത്തയോട് പറയുകയാണ് നമ്മൾ സ്വിം ചെയ്ത് നമുക്ക് വിശക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും സൈത്ത ഫാമിലി ആയിട്ട് ബീച്ചിൽ വന്ന കാര്യങ്ങളൊക്കെ സൈത്ത ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് ബോംബായിട്ട് വരികയാണ്. സോ ഇത് കേട്ട് അവർ നേരെ വീട്ടിലേക്ക് ഓടി പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആന്റി പറയുകയാണ്, എന്റെ അമ്മയുടെ കയ്യിലുള്ള ഈ ഡ്രസ്സ് എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വില കൂടിയ ഡ്രസ്സാണ്, ഈ ഡ്രസ്സ് വിറ്റ നമുക്ക് ഏകദേശം നല്ല പൈസ കിട്ടും. പക്ഷേ അതിങ്ങനെ കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരത്തെ സെറ്റ്സുകയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സെറ്റ്സുക അങ്ങനെ കൊടുക്കരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് കരയുകയാണ്. ആന്റി പോയിട്ട് ഡ്രസ് എല്ലാം കൊണ്ടുപോയിട്ടതിന് ശേഷം അരിയെല്ലാം വാങ്ങിച്ചിട്ട് കുറച്ച് അരി അവരെടുത്തതിന് ശേഷം ബാക്കി അരി സൈത്തയ്ക്ക് കൊടുക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ആന്റിയുടെ സ്വഭാവം മാറുകയാണ്. നീ ഇവിടെ ജോലിക്കും പോകുന്നില്ല, നീ എപ്പോ നോക്കിയാലും ഒരു ജോലിക്കും പോകാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്, കുറ്റം പറയുക. സോ ഇതെല്ലാം പറഞ്ഞപ്പോൾ സൈറ്റ് ബാങ്കിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 7,000 രൂപ ഉണ്ട്, ഇത് മാത്രം മതി, ഈ പൈസ നമുക്ക് ജീവിക്കാനെന്ന് പറഞ്ഞിട്ട്
അച്ഛന് ലെറ്റർ ഇട്ടതിന് ശേഷം സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി വാങ്ങണമെന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ഫുഡ് ഉണ്ടായി കഴിച്ച് ജീവിക്കുകയാണ്. സോ അടുത്ത ദിവസം സ്റ്റേഷനിൽ ഇങ്ങനെ അരി വാങ്ങിച്ചു വന്നപ്പോൾ സെറ്റ്സുകയാണെങ്കിൽ എനിക്ക് ഓറഞ്ച് മുട്ടായി വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയാണ്. ആ ടിന്നാണെങ്കിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് മാത്രം കഴിച്ചതിന് ശേഷം അതിനുശേഷം അവർ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ ക്യാൻഡി ഇടുന്ന ടിന്നുണ്ടല്ലോ, ആ ടിന്നില് വെള്ളം ഒഴിച്ചതിന് ശേഷം ക്യാൻഡി വാട്ടർ എന്ന രീതിയിൽ കുടിക്കുകയാണ്. സോ അതിലിപ്പോ ഓറഞ്ച് ഫ്ലേവർ മാത്രമല്ല പല ഫ്ലേവേഴ്സും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡി എന്ന് പറഞ്ഞാൽ അതിൽ പല ഫ്ലേവേഴ്സുമുള്ള ക്യാൻഡിയിൽ തന്നെ ചോക്ലേറ്റ് മാത്രമല്ല, ചോക്ലേറ്റ് ഓറഞ്ച് എല്ലാം ഉള്ള ഒരു ക്യാൻഡി ആയിരുന്നു അത്. സോ അത് തീർന്നു പോയപ്പോൾ അതിലിങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൽ ഓറഞ്ചിന്റെ ഫ്ലേവർ മാത്രമല്ല എല്ലാത്തിന്റെ ഫ്ലേവറിന്റെ രുചിയും കാണിക്കുകയാണ്. അന്ന് നൈറ്റ് എന്ന് രാത്രി ആയപ്പോൾ തന്നെ എനിക്ക് എന്റെ അമ്മയെ കാണാൻ, എനിക്ക് അമ്മയോട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുകയാണ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആന്റി കിടന്ന് അലറി വിളിച്ചപ്പോൾ സെയ്ത്തേക്ക് ഇത് കേട്ട് വിഷമമായിട്ട് സെയ്ത്ത അവിടെ നിന്ന് വെളിയിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ആ വീട് വിട്ട് വെളിയിൽ വരികയാണ് രാത്രി. അപ്പോഴേക്കും അവിടെ ബോംബിലോട്ട് വരികയാണ്. ഈ ബോംബിലോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ സെയ്ത്ത് അവിടെ നിന്ന് ഓടി ഒരു കേവിലേക്ക് വരികയാണ്. സോ വീട്ടിൽ എന്ത് ചെയ്താലും കുറ്റം എന്നിങ്ങനെ ആന്റി പറയുന്നത് കേട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുകയാണ്. സോ അങ്ങനെ ഇവരെല്ലാരും കൂടെ ആന്റിയുടെ വീട്ടിൽ പോയിട്ട് തന്നെ സാധനങ്ങൾ എടുത്തതിന് ശേഷം നേരെ കേവിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസം സ്ഥാപിക്കുകയാണ് ഇവർ രണ്ടുപേരും. നൈറ്റ് രാത്രി ആയപ്പോൾ വെട്ടമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഈ മിന്നാമിന്നികളെ എല്ലാത്തിനെയും പിടിച്ചു വെച്ചിട്ട് രാത്രി ആയപ്പോൾ മിന്നാമിന്നികളെ തുറന്നു വിട്ടതിന് ശേഷം അതിനെ കണ്ട് രസിച്ച് ആ ഒരു വെട്ടത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇവർ രണ്ടുപേരും. അടുത്ത ദിവസം രാവിലെ ഈ മരിച്ചുപോയ ചത്തുപോയ മിന്നാമിന്നികളെല്ലാം ഈ സെറ്റ്സുഖം ഇങ്ങനെ കുഴിച്ചിടുന്ന കണ്ട് ഇപ്പൊ സൈത്ത് ചോദിച്ചപ്പോ എന്തിനു ചെയ്യുന്നു ചോദിച്ചപ്പോ എന്റെ അമ്മ ഇങ്ങനെയല്ലേ കുഴിച്ചിട്ടത്, എന്റെ അടുത്ത് ആഞ്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട ഉടനെ സൈത്ത് ഇത്രയും നാളും അടക്കി വെച്ചിരുന്ന വിഷമമെല്ലാം പുറത്തേക്ക് വരികയാണ്. കാരണം ഇതൊന്നും അറിയാതെ വെച്ചിരുന്നതാണ്. തന്റെ ആന്റി പറഞ്ഞെന്നുള്ള കാര്യവും അനിയത്തെ അറിഞ്ഞെന്നുള്ള കാര്യവും അമ്മ മരിച്ചു പോയെന്നുള്ള വിഷമവും എല്ലാം കൂടെ പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇനി അരി വാങ്ങാൻ പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അരി വാങ്ങിച്ച ആളിൽ നിന്ന് തന്നെ കടം ചോദിക്കുകയാണ്. സോ അപ്പോഴേക്കും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ താമസിക്കാൻ പോലെ എന്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ നീ എങ്ങനെയാണ് എന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നത്, നീ ഫസ്റ്റ് ആന്റിയോട് പോയി ക്ഷമ ചോദിച്ചതിന് ശേഷം ആന്റിയുടെ അടുത്ത് പോയി താമസിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ അദ്ദേഹം. പക്ഷെ അത് അവന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവൻ അങ്ങനെ ചെയ്യില്ല, അതറിയാലോ. നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളങ്ങനെ പറയുള്ളൂ. സോ അതേപോലെ തന്നെ ഇവനും പറയുകയാണ് അങ്ങോട്ടേക്ക് പോകില്ല തീരുമാനിക്കുകയാണ് അവന്. ഇപ്പോഴേക്കും നടന്നു പോയിക്കേണ്ട സമയത്ത് ഒരു സൈഡിലായിട്ട് ഒരു ഫ്ലൈറ്റിലേക്ക് ഷൂട്ട് ചെയ്യണം. ഇത് കണ്ട് സൈത്തായും സെറ്റ്സുകയും കൂടെ ഒരു ചെടിയുടെ സൈഡിലേക്ക് ചാടുകയാണ്. ചെടിയുടെ സൈഡിലേക്ക് ചാടിയപ്പോൾ ആ ചെടി എന്താണെന്ന് പറഞ്ഞാൽ ഈ തക്കാളി ചെടിയാണ് അത്. സോ ആ തക്കാളി ചെടിയിൽ കുറെ തക്കാളി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തക്കാളിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അത് കഴിച്ച വിശപ്പ് അടക്കുകയാണ് അവർ. ഇതേപോലെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ മോട്ടിച്ചപ്പോൾ രാത്രി ഇങ്ങനെ വിളയുന്ന സാധനങ്ങളൊക്കെ മോട്ടിച്ചപ്പോൾ ഇത് ഒരാൾ കണ്ടുപിടിച്ചതിന് ശേഷം അവനെ കുറെ ആയിട്ട് അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് അവന്. പക്ഷേ സെയ്തെ ആ കൊണ്ടുപോയ പോലീസ് നല്ല പോലീസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയ ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു വിടുകയാണ്. സെറ്റ്സുഗോ ആ സമയത്ത് തന്നെ തനിക്ക് വയ്യെങ്കിൽ കൂടിയും തന്റെ ചേട്ടന് വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകാന്ന് പറയുകയാണ്. അതവിടെ വെച്ച് അവസാനിച്ചിട്ട് ഈ ബോംബിലോട്ട് വന്ന സമയത്തല്ല എല്ലാവരും തന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ഇവർ രണ്ടുപേരും എല്ലാവരും വീട്ടിലും പോയി ഉള്ള സാധനങ്ങളൊക്കെ മോട്ടിച്ച് കഴിക്കുകയാണ്. അത് അവസ്ഥയായി പോയി, ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവസാനം സെറ്റ്സുഗയ്ക്കും വയ്യാതായി പോവുകയാണ്. സോ അവൾ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പോലും പൈസ ഇല്ല. അവസാനം എങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ചിട്ട് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ പോലും ഇവൾക്കാണെങ്കിൽ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഇല്ലായ്മ, പോഷകാഹാരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ന്യൂട്രീഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവൾക്ക് ഒട്ടും ആരോഗ്യമില്ല എന്നൊക്കെ പറയുകയാണ്. സോ അതിന് എന്താണ് മരുന്നെന്ന് അവൻ ചോദിച്ചപ്പോൾ വേറെ ഒന്നുമില്ല, പോഷകാഹാരമാണ് ഇവൾക്ക് കൊടുക്കാനുള്ള മരുന്നെന്ന് ഡോക്ടർ പറയുകയാണ്. സോ ഇതിന് മേലെ അക്കൗണ്ടിലുള്ള പൈസ വെറുതെ വെച്ചേക്കണമെന്ന് വിചാരിച്ച് സെറ്റ്സുഗയ്ക്ക് എന്ത് വേണമെന്ന് സൈത്ത ചോദിക്കുകയാണ്. അവൻ കുറെ ആഹാരത്തിന്റെ പേര് പറഞ്ഞപ്പോഴും അവൾക്ക് ആദ്യം വേണ്ടത് ഓറഞ്ച് മുട്ടായി ആയിരുന്നു. അങ്ങനെ പൈസ എടുത്തിട്ട് തിരിച്ചു വരാൻ നേരത്താണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടത് ജപ്പാൻ ഈ വാറിലെ സറണ്ടർ ആയെന്ന് പറയുന്നത് കേൾക്കുന്നത്. ഇത് കേട്ട സൈത്ത പെട്ടെന്ന് ആശ്ചര്യപ്പെട്ട് ഇപ്പൊ ആ കപ്പലിലുണ്ടായിരുന്ന പടകൾക്കെല്ലാം എന്ത് സംഭവിച്ചു, ആ സോൾജേഴ്സിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ എല്ലാം നശിച്ചു പോയെന്ന് ഒരാൾ പറയുകയാണ്. ആ സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ എന്ത് സംഭവിച്ചു, അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞലറി വിളിച്ചിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് സെറ്റ്സുഗ എടുത്ത് പറയണമെന്ന് വിചാരിച്ച് സൈത്ത നേരെ ക്യാബിലേക്ക് വരികയാണ്. അങ്ങനെ അവൻ അതെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ട് പറയുകയാണ്, സോറി സെറ്റ്സുഗ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവളാണെങ്കിൽ എന്തോ വായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ ആ കയ്യിലുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് പെട്ടി ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ളി മാർബിൾ അതിന്റെ കല്ലൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് സെറ്റ്സുഗയുടെ വായിൽ നിന്ന് അത് എടുത്തപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് എന്ന് വിചാരിച്ച് അവൾ കഴിച്ചുകൊണ്ടിരുന്നത് ആ കല്ലായിരുന്നു. ഇത് ചോക്ലേറ്റ് അല്ല, കല്ലാണ്, നീ കഴിക്കാൻ പാടില്ല, നിനക്ക് വേണ്ടി ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ അവൻ സെറ്റ്സുഗയോട് പറയുകയാണ്. എന്നും പറഞ്ഞിട്ട് അവൻ അവൾക്ക് വേണ്ടി ആഹാര ബാഗിൽ നിന്ന് എടുത്തപ്പോൾ സെറ്റ്സുഗ സൈത്തോട് പറയുകയാണ്, സൈത്ത ഇന്ന് ഇത് കഴിക്കുക, എന്റെ കൈ കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി റൈസ് ബോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് സെറ്റ്സുഗ അത്രയ്ക്ക് വിശന്നിരിക്കുകയാണ്. ആ വിശപ്പിൽ അവൾക്ക് എന്ത് ചെയ്യണമെന്ന്, അവൾ എന്താണ് ചെയ്യണമെന്ന് പോലും അവൾക്ക് അറിയില്ല. സോ കല്ലൊക്കെ എടുത്ത് ആഹാരം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി കഴിക്കാൻ. അപ്പൊ അത്രയ്ക്കും വിശന്നിരിക്കുകയാണ് നമ്മുടെ സെറ്റ്സുഗോ. ഇത് കണ്ടിട്ട് അവനൊന്നും പറയാനും പറ്റുന്നില്ല, കരയാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവൻ
വന്നിട്ട് ഇങ്ങോട്ട് നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. തണ്ണിമത്തൻ മീൻസ് വാട്ടർമെലോൺ. അത് ഓക്കെ. അത് മാത്രമല്ല, ഇന്ന് ഞാൻ മോട്ടിച്ചിട്ടേ ഇല്ല, ഇത് എന്റെ കയ്യിലുള്ള പൈസയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വാട്ടർമെലോൺ എടുത്ത് അതിന്റെ ഒരു പീസ് എടുത്ത് സെറ്റ്സുകയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ അവൾ പറയുകയാണ്. നീ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോയിട്ട് നല്ല ആഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നതിന് മുന്നേ അവൾ പറഞ്ഞത്, നന്ദിയുണ്ട് ചേട്ടാ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് അവളുടെ അവസാന വാക്കായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അത് തന്നെയാണ് അവളുടെ അവസാന വാക്കും. അതിനുശേഷം അവൾക്കൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ അവൾ മരിച്ചെന്നുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവനെന്ന് പറയാൻ വേണ്ടി ഇനി അവള് മാത്രമേ ഉള്ളായിരുന്നു. സോ അവൾ മരിച്ചെന്നുള്ളത് അവന് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ രാത്രി ഫുള്ള് അവളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ടും അവന് കരയാൻ പോലും നേരം പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിലും അവളെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ ഒരു റിഗ്രറ്റും എല്ലാം അവന്റെ മനസ്സിൽ കാണും. അങ്ങനത്തെ അവസ്ഥയിൽ കൂടെയാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം സെറ്റ്സുകയുടെ കൂടെ അവളുടെ ഇഷ്ടപ്പെട്ട ബൊമ്മ കളിപ്പാട്ടവും ചോക്ലേറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് വെച്ച് കത്തിച്ച് കളയല്ലേ, ദഹിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അവനത് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ അവളുടെ ആലോചനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും എന്റെ കയ്യിൽ വെച്ചേക്കണമെന്ന് വിചാരിച്ച് അവളുടെ ആ ചോക്ലേറ്റ് പെട്ടിയെടുത്ത് അവൻ കയ്യിൽ വെച്ചേക്കുകയാണ്, അവൻ സൂക്ഷിച്ചു വെച്ചേക്കുകയാണ്. അങ്ങനെ അവസാനം അവളൊന്ന് നോക്കിയിട്ട് അവളെ ദഹിപ്പിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അത് ഫുള്ളായിട്ട് എരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടായിരുന്ന ആ ചാരം എടുത്ത് അവൻ ആ ഒരു ചോക്ലേറ്റ് ബോക്സിന്റെ അകത്ത് വെക്കുകയാണ്. അങ്ങനെ അവനെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. അവൾ ആ സ്ഥലത്ത് എവിടെ നോക്കിയാലും അവന് ആ സെറ്റ്സുകയുടെ ഓർമ്മ മാത്രമേ വരുന്നുള്ളൂ. കാരണം അവളുടെ കൂടെയല്ലേ ഇത്രയും യാത്ര ചെയ്തത്. ആ ഏരിയയിൽ എവിടെ ഇരുന്നാലും അവളുടെ കൂടെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അവന് മനസ്സിൽ വന്നു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയിട്ട് അവൻ ഒരു സ്ഥലകാലബോധമില്ലാതെ എങ്ങോട്ടൊക്കെയോ അവൻ പോവുകയാണ്. ഒരു ഘട്ടമായപ്പോ ആഹാരം പോലും കിട്ടാതെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വന്നേക്ക് ഇരിക്കേണ്ട അവസ്ഥ അവരായിരിക്കുകയാണ്. അടുത്തൊരാൾ ആഹാരം വെച്ച് കൊടുത്താൽ പോലും അതുപോലും എടുക്കാൻ ഒരു ശക്തിയില്ലാതെ അവിടെ ചായഞ്ഞ് കിടന്ന് അവന്റെ മനസ്സിൽ അപ്പോഴേക്കും വന്നത് സെറ്റ്സുകയുടെ ഓർമ്മയാണ്. സെറ്റ്സുക പറയുന്നത്, ചേട്ടാ എനിക്ക് ഒരുപാട് വിശക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാക്കാണ് അവന് ഓർമ്മ വരുന്നത്. ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സെറ്റ്സുക അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മുടെ സെറ്റ്സുക മരിച്ചു പോവുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ആ ചോക്ലേറ്റ് ഡപ്പി എടുത്ത് കളയുന്നു. അതിന്റെ അകത്ത് നിന്ന് എന്താണ് വരുന്നത്? അതിൽ നിന്ന് സെറ്റ്സുകയുടെ ആത്മാവും സെറ്റ്സുകയുടെ സോളും പിന്നെ അവള് കുഴിച്ചു വെച്ച ആ മിന്നാമിന്നികൾ, ആ ഫയർഫ്ലൈസിന്റെ സോളും എല്ലാം കൂടെ പുറത്തേക്ക് വരികയാണ്. പക്ഷെ അവളുടെ കൂടെ സെയ്ത്തയുടെ ആത്മാവും ഉണ്ടായിരുന്നു. എന്താ ചേട്ടനെ ഒരുപാട് നാൾ മിസ് ചെയ്തോ, ഇനി ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കിടന്ന ചോക്ലേറ്റ് ഡപ്പിയെല്ലാം എടുത്തു കൊടുത്തിട്ട് ഈ ട്രെയിനിൽ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ ഒരു മലയുടെ മേളിലേക്കാണ്. മലയുടെ മുകളിലേക്ക് പോയിട്ട് ശരി സെറ്റ്സുകോ സമയമായി നമുക്ക് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെറ്റ്സുക ആണെങ്കിൽ ചേട്ടന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. സെയ്ത്തയും അങ്ങനെ അവിടെയുള്ള വാറെല്ലാം കഴിഞ്ഞ് നല്ല സൈലന്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ആ ജപ്പാനും നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞ മൂവിയും അവസാനിക്കുകയാണ്.